ഹായ്, വെൽക്കം ടു ദേവ് സ്റ്റിപ്സ്. ഞാൻ ദിവ്യ. നമുക്കിന്ന് കൊഞ്ച് തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചിലരിതിന് ചെമ്മീൻ എന്ന് പറയും. ഞങ്ങളുടെ ഭാഗത്തൊക്കെ കൂടുതലും കൊഞ്ചെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കൊഞ്ചെന്ന് യൂസ് ചെയ്തേക്കുന്നത്. കുറച്ച് കൂടുതൽ കൊഞ്ചെന്ന് തന്നെ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് കൊഞ്ച് തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡിഷായിരിക്കും അല്ലേ കൊഞ്ച്, അല്ലെങ്കിൽ ചെമ്മീൻ വെച്ചുള്ള ഡിഷസൊക്കെ. പ്രത്യേകിച്ച് പച്ച. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടം. എനിക്കും ചേട്ടായിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് കൊഞ്ച് തീയൽ. അപ്പോൾ നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതിലേക്ക് നമുക്ക് വേണ്ടത്, ഞാൻ 1/2 കിലോ കൊഞ്ച് വാങ്ങിച്ചിട്ട് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഉപ്പിട്ട് വേവിച്ച കൊഞ്ചാണിത്. ഇതിൻ്റെ തീയലുമൊക്കെ ഇത്രയും കൊഞ്ചിന് 1/2 കിലോ കൊഞ്ചിന് തീയൽ വെക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 വലിയ സവോള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞാൽ ഞാൻ സവോള എടുത്തേക്കുന്നത്. കൊച്ചുള്ളി എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, പക്ഷേ ഞാനങ്ങനെ എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് കൊച്ചുള്ളി വെച്ച് ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വലിയ സവോള, നിങ്ങൾ ചെറിയ സവോള അല്ലെങ്കിൽ മീഡിയം സവോള ആണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കണേ. അപ്പോൾ വലുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുള്ളൂ. പിന്നെ വലിയൊരു തേങ്ങയുടെ പകുതി, 1/2 മുറി തേങ്ങ നന്നായിട്ട് ചിരകിയതാണ്. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ പിഴുപുളി എടുത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. 2 സവോള, വലിയ സവോള എടുത്തേക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞത്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതും അരിഞ്ഞിട്ട് ഇതിനകത്ത് തന്നെ ഇട്ടേക്കുക. പിന്നെ 1/2 മുറി വലിയൊരു തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ വേണ്ട ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി വേണം. ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് ആകെ ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഒരു ചട്ടി വെച്ചിട്ട് അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചേക്കുന്ന സവോളയും പിന്നെ വേവിച്ച കൊഞ്ചുണ്ടല്ലോ അതും ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു. ഇത്രയാണ് ചെയ്തേക്കുന്നത്. സവോള ഇട്ടു, പിന്നെ കൊഞ്ച് വേവിച്ചത് ഓൾറെഡി, പക്ഷേ അത് ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ കിടന്ന് നന്നായിട്ടപ്പം അങ്ങ് വേവും. കൊഞ്ചിട്ടിട്ടുണ്ട്, അപ്പോൾ എന്നാലും ആ ടേസ്റ്റൊക്കെ വരത്തുള്ളൂ കൊഞ്ചിൻ്റേതായിട്ടുള്ള. പിന്നെ ഉപ്പിട്ടു, വെള്ളം ഒഴിച്ചു. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഞാൻ അപ്പുറത്തെ അടുപ്പിലോട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വറുത്ത് ബ്രൗൺ കളർ ആവുന്നിടം വരെ വറക്കാം. ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഫ്രൈ ആയി കഴിയുമ്പോഴേ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ എണ്ണ ഒഴിക്കേണ്ട. ആദ്യമേ എണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് എണ്ണ വേണ്ടി വരും. അപ്പോൾ നമ്മൾ അതുകൊണ്ട് ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞ് എണ്ണ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് എണ്ണയുടെ കാര്യമുള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ആവുന്നതാണ് വരെ നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. എപ്പോഴും ഇളക്കണമെന്നില്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയാൽ മതി. ഒന്ന് ഫ്രൈ ആവട്ടെ. ഞാൻ ഈ അടുപ്പിൽ തേങ്ങ ഇതാവുന്നുണ്ട്, നന്നായിട്ട് ഫ്രൈ ആവുന്നുണ്ട്. അപ്പുറത്തെ അടുപ്പിൽ സവോളയും ആക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് നന്നായിട്ട് തിളയൊക്കെ വന്നിട്ട് റെഡി ആവട്ടെ. ഞാൻ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിനകത്ത് നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് കണ്ടോ, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് എണ്ണ മതി നമുക്ക്, അല്ലെങ്കിൽ ഈ തീയലിന് ഒരുപാട് എണ്ണ വേണ്ടി വരും. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാൻ സമയമായിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇനി വറുത്തെടുക്കണം, ബ്രൗൺ കളർ ആവുന്നിടം വരെ. അതവിടെ ഇരുന്ന് നന്നായിട്ട് ഫ്രൈ ആവട്ടെ. വേണ്ട നമ്മൾ ഈ വേവിക്കാൻ വെച്ചിരുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട് ഈ ഉള്ളിയൊക്കെ. ഇച്ചിരി കൂടെ ഒന്ന് ആവണം. അപ്പോൾ അതവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. ചില ആളുകൾ ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴത്തേക്ക് തീയൊക്കെ ഓഫാക്കി, മീൻസ് അത് അരച്ചെടുക്കുമ്പം നല്ല കളറൊന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബ്രൗൺ ആവാൻ ശ്രദ്ധിക്കണം, എന്നാലേ ആ ഒരു തീയലിൻ്റെ കളറും വരത്തുള്ളൂ, ടേസ്റ്റും വരത്തുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിച്ചങ്ങ് കരിഞ്ഞു പോകും. അതുപോലെ തീയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം. ഇച്ചിരി ഒന്ന് കൂട്ടിയിട്ടിട്ട് ഒത്തിരി തീയാണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് കുറച്ചിടണം. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ, ജസ്റ്റ് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞതാണ്.
ചെറുതായിട്ട് ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിങ്ങനെ ഡ്രൈ ആയി കഴിഞ്ഞിട്ട് എണ്ണ ഒഴിക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ മതി. നമ്മളിപ്പോൾ ഒരു 1-1.5 ടീസ്പൂണേ ആകെ എണ്ണ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒത്തിരി എണ്ണ സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് എണ്ണയൊക്കെ തീയലിന് യൂസ് ചെയ്യും. അപ്പം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം എണ്ണയുടെ കാര്യമൊന്നുമില്ല. പിന്നെ ഈ ഒരു സമയത്ത് ഈ എണ്ണ തേങ്ങയിലെ എണ്ണയും ഇളകും, ഇങ്ങനെ ഇറങ്ങി വരും. എനിക്കിങ്ങനെ കാണുമ്പോൾ തന്നെ അറിയാം തേങ്ങയിലെ എണ്ണ ഇങ്ങനെ വരുന്നുണ്ട്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയി വന്നു തുടങ്ങി. അപ്പോൾ നമ്മൾ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇന്ന് കരിഞ്ഞു പോകും പെട്ടെന്ന്. ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ തീ കുറച്ചിട്ട് വേണം പൊടികൾ ഇട്ട് കൊടുക്കാൻ. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം, മുളക് പൊടി ഇട്ട് കൊടുത്തിട്ട് ആ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് തീ ഓഫാക്കണം. ഇത്രയും മതി, നമുക്ക് തീ ഓഫാക്കാം. ഇനി ഇത് ആറിക്കഴിഞ്ഞിട്ട് മിക്സി നന്നായിട്ട് പേസ്റ്റ് ആക്കണം. വെള്ളം ഒഴിക്കാതെ വേണം അരയ്ക്കാൻ. അരയുന്നില്ലെങ്കിൽ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ. കഴിവതും വെള്ളം ഒഴിക്കാതെ അരയ്ക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതവിടെ ഇരുന്നിട്ടൊന്ന് ആറട്ടെ. നമ്മളിതേ ഇത് വേവിക്കാൻ വെച്ച് ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് സവോളയൊക്കെ കണ്ട് ഭയങ്കരമായിട്ട് ട്രാൻസ്പെറൻ്റ് ആയി. അപ്പം നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് ആറിക്കഴിയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അരപ്പ് ആറാതെ നമ്മൾ മിക്സിയിൽ പേസ്റ്റ് ആക്കരുത്. അത് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അത് പിന്നെ വലിയ അപകടമൊക്കെ. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, ആവി നന്നായിട്ട് തണുത്ത് കഴിഞ്ഞിട്ട് മിക്സിയിൽ പേസ്റ്റ് ആക്കാവുള്ളൂ. എന്നിട്ട് ഇതിനകത്ത് കലക്കി ചേർക്കാം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത്. ഇപ്പം നമ്മൾ വറുത്ത് വെച്ചിരുന്ന തേങ്ങ ഉണ്ടല്ലോ, ഒട്ടും വെള്ളം ചേർക്കാതെ ഞാനിത് അരച്ചെടുത്തേക്കുന്നതുണ്ട്. കണ്ടോ, നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റി. അങ്ങനെ അരച്ചെടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ മാത്രമേ നിങ്ങളൊരു ഇച്ചിരി വെള്ളം ഒഴിക്കാവുള്ളൂ. കഴിവതും വെള്ളം ഒഴിക്കാത്തതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഈ ചട്ടി വെച്ചിട്ട് നമ്മൾ മുമ്പ് വേവിച്ച സാധനങ്ങളുണ്ടല്ലോ അതേപോലെ തന്നെ ആ ചട്ടി ഇരിക്കും. അപ്പോൾ അതിൽ ഞാൻ തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തോട്ട് കലക്കി ചേർക്കണം. അപ്പോൾ ഈ തേങ്ങയുടെ ഇതും ചേർക്കണം. പിന്നെ നമ്മൾ എടുത്തു വെച്ച പുളിയുണ്ടല്ലോ, അത് ഇച്ചിരി വെള്ളത്തിൽ പിഴിഞ്ഞ് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ആ ജ്യൂസ് മാത്രം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. കൊത്തിട്ട് കൊടുക്കല്ലേ. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കണ്ടോ, ഇതിനി ഇതിനകത്തിരുന്ന് ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വരണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം കുറച്ച് വെള്ളത്തിലാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇനി ഇത് നന്നായിട്ട് വറ്റി കുറുകി വരണം. അപ്പോൾ നമുക്കതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് വേണോ എന്നൊക്കെ നോക്കണേ. ഇത് തിള വന്നല്ലോ. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ ഈ കൊഞ്ച് ആദ്യം വേവിച്ചില്ലേ, സെപ്പറേറ്റ് അല്ലേ ആദ്യം വേവിച്ച്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കൊഞ്ചിൻ്റെ വെള്ളം ഉണ്ടല്ലോ, സ്റ്റോക്ക്, ആ സാധനം നമുക്ക് ഇതിനകത്തോട്ട്, ആ വെള്ളം ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇപ്പോൾ വെള്ളം ഇച്ചിരി കുറവാണ്, മീൻസ് ആദ്യം നമ്മൾ ഏറെ വെള്ളത്തിൽ ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വരാൻ. എന്നാലേ ആ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് വേണോ പുളി വേണോ എന്നൊക്കെ നോക്കിയിട്ട് അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തോണേ. ഇതിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇരുന്ന് കുറച്ചൊന്ന് കുറുകും. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം.
എന്നിട്ട് നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ തീയൽ. ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് കുറുകും. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം തണുത്തിട്ട്. ഇതവിടെ ഇരുന്ന് തണുക്കട്ട്. കൊഞ്ച് തീയൽ ചൂടൊക്കെ ആറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.